പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വാബ് അല്ലെങ്കിൽ വിങ്സ് അക്കാഡമി ബാലരാമപുരം യൂട്യൂബ് ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ട് ഇന്ന് കുറച്ച് ദിവസങ്ങളാവുകയാണ്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് കുറച്ചധികം വീഡിയോകൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു നൽകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും പരീക്ഷാ സംബന്ധമായിട്ടുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ സെക്ഷനുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോകളും ദയവായിട്ട് നിങ്ങൾ കാണുക മാത്രം പോരാ, ദയവായിട്ട് നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ 50 ദിനം നീണ്ടു നിൽക്കുന്ന SSLCയുടെ റിവിഷൻ ക്ലാസ്സുകളെല്ലാം ഉടൻ തന്നെ അപ്ഡേറ്റ് ആവുന്നതാണ്. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ദയവായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. നേരിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചേരാവുന്നതുമാണ്. അപ്പോൾ വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയും പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നമ്മുടെ SSLCയുടെ പരീക്ഷകളും വളരെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നേരിടാനായിട്ട് വിങ്സിന്റെ നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുങ്ങുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരെയും നമ്മൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ചോദ്യം, അതായത് നമ്മുടെ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു 4 മാർക്കിന്റെ പോസ്റ്റർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പാഠഭാഗമായിട്ടുള്ള സബ്സെ ബഡാ ഷോമാൻ എന്ന ചാപ്റ്ററിൽ നമ്മുടെ ചാർലി ചാപ്ലിന്റെ സിനിമകളെ അവതരിപ്പിച്ചുകൊണ്ട് സ്കൂളിലെ ഫിലിം ക്ലബ്ബ് മുഖാന്തരം തയ്യാറാക്കപ്പെടുന്ന ഒരു പോസ്റ്ററാണ്. അപ്പൊ ആ പോസ്റ്ററിന്റെ രൂപരേഖ അല്ലെങ്കിൽ അതിന്റെ മാതൃക എപ്രകാരമാണ് എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോ 4 മാർക്കിന്റെ ഈ പോസ്റ്റർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് ചിന്തിക്കുക, പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എസ്സേ പോലെ വാരി വലിച്ച് എഴുതുന്നതല്ല, നേരെ മറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ക്രിയാത്മകപരമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോസ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ 4 മാർക്കിന്റെ പോസ്റ്റർ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഹെഡിങ് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമ്മൾ സാധാരണ താഴോട്ട് എഴുതുന്ന അക്ഷരങ്ങളുടെ വലിപ്പത്തെക്കാളും കൂടുതലായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം ഹെഡിങ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിന്റെ രീതി അനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്കൂളിലെ ഫിലിം ക്ലബ്ബ് മുഖാന്തരമാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ പോസ്റ്ററിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്കൂള് നെയിം ചെയ്യുക. അത് കുറച്ച് പ്രത്യേക രീതിയിൽ നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും. നോക്കിയേ, സർക്കാരി ഹൈസ്കൂൾ കൊല്ലം. കണ്ടോ, അപ്പൊ സാർ എഴുതിയിരിക്കുന്നത് സർക്കാരി ഹൈസ്കൂൾ കൊല്ലം. കണ്ടോ, ഞാൻ ഇപ്പോ എളുപ്പത്തിൽ വെച്ചതാണ്. നമുക്ക് എഴുതാൻ കണക്കിന് ഒരു ആർക്ക് മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഹൈസ്കൂള് കൊല്ലം. ഓക്കെ, അപ്പൊ ഇവിടെ ഫിലിമോത്സവം നടക്കുകയാണ്, അതായത് ഫിലിം ഫെസ്റ്റ് നടക്കുകയാണ്. നമ്മൾ കൊടുക്കുകയാണ് ഫിലിമോത്സവ് 2024-25 2024-25. ഇത്രയും എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്കിയേ, ഇനി നമുക്ക് ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് സൂചിപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി സാർ സ്ഥാൻ കൊടുത്തിട്ട് സ്കൂൾ മഞ്ച്, അതായത് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ സഭാഗൃഹം എന്നൊക്കെ നമുക്ക് വയ്ക്കാം. ഇനി താരിഖ്, അത് നടക്കുന്ന ഡേറ്റ് നമ്മളിപ്പോ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 14 ജനുവരി 2025. 14 ജനുവരി 2025 ജനുവരി എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ഹിന്ദിയിലോട്ട് എഴുതുമ്പോൾ ജനുവരി 2025. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഈ സിനിമകളെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സൂചന കൊടുക്കണം അല്ലെ. എങ്ങനെ സൂചന കൊടുക്കണം? ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഏത് സമയത്താണ് നടക്കുന്നത് ഒരു സൂചന കൊടുത്തുകൊണ്ട് ചെറിയൊരു ബ്രോഷർ ടൈപ്പിൽ നമ്മൾ കൂടെ തയ്യാറാക്കിയാൽ ഈ പോസ്റ്റർ കുറച്ചുകൂടി ആകർഷകമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ബച്ചൻ ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കില് ദി ഖിഡ് എന്ന് പറയുന്ന സിനിമ, നമ്മുടെ ചാർലിയുടെ ദി ഖിഡ് എന്ന് പറഞ്ഞ സിനിമ സമയം എപ്പോഴാണ്? രാവിലെ, അതാണ് സവേരെ 10 ബജെ, 10 മണി മുതലാണ് ആ സിനിമ നടക്കുന്നത്. നോക്കിയേ, രണ്ടാമത് സാറ് കൊടുത്തിരിക്കുന്നു ഷാരൂഖ് ബ്ലോക്ക്. നമ്മുടെ ഷാരൂഖ് ഖാൻ എന്ന് മുഴുവൻ എഴുതുന്നില്ല, ഷാരൂഖ് ബ്ലോക്ക്. ഓക്കെ, അവിടെ സിറ്റി ലൈറ്റ്സ് എന്ന് പറയുന്ന സിനിമ രാവിലെ എത്ര മണി മുതലാ? 11 മണി മുതൽ അതിന്റെ ഷോ നടക്കുകയാണ്. ഇനി നോക്കിയേ, ഏറ്റവും അവസാനം ഇതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ. വരച്ചിട്ട് നോക്കിയേ, ലാൽ ബ്ലോക്ക്, മോഹൻലാൽ എന്ന് പറഞ്ഞ് മുഴുവൻ എഴുതി സമയം കളയുന്നില്ല, ലാൽ ബ്ലോക്ക് എന്ന് കൊടുത്തുകൊണ്ട് അവിടെ ദി സർക്കസ് എന്ന് പറഞ്ഞ സിനിമയാണ്. നോക്കിയേ,
ദോപഹർ 2 ബജെ സെ. ദോപഹർ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് കേട്ടോ. ഉച്ചയ്ക്ക് എത്ര മണി മുതലാണ്? 2 ബജെ സെ, 2 മണി മുതൽ എന്ന് നമ്മൾ കാണിക്കുന്നു. ഇത്രയും എഴുതി ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് എന്ത് ചെയ്യണം? എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്കാ സ്വാഗതം എന്ന് കൊടുക്കുക. അതും പ്രത്യേക ഡിസൈനിലോ കോളത്തിലോ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യുക? കൊടുക്കുക. അപ്പോ സബ്കാ സ്വാഗത്. നോക്കിയേ, ഫിലിം ക്ലബ്ബ് ഏത് മുഖാന്തരമാണ്? ഫിലിം ക്ലബ്ബ് മുഖാന്തരമാണ് സ്കൂളിൽ പോസ്റ്റർ എന്ത് ചെയ്യുന്നത്? തയ്യാറാക്കുന്നത്. അതിനുശേഷം പോസ്റ്റർ ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊരു A4 സൈസ് പേപ്പറാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ 4 ചുറ്റും നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ എടുത്ത വൃത്തിക്ക് എന്താണ് വരച്ചുകൂടെ കാണിക്കുമ്പോഴാണ് ആ പോസ്റ്റർ എന്ത് ചെയ്യുന്നത്? പൂർണ്ണമാകുന്നത്. ഒരുപാട് ചിന്തിക്കാനില്ല. ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം എപ്പോഴും നമുക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് 4 മാർക്ക് സ്കോർ ചെയ്യാൻ എന്താണ്? ഒരുപാട് സമയം വേണ്ട. അപ്പൊ നിങ്ങൾ ഈ ഒരു പോസ്റ്റർ ഫോളോ ചെയ്താൽ 4 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉറപ്പിക്കാം. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കണേ. നമ്മൾ ഇവിടെ ഠാക്കൂർ കാ കുവാം എന്ന് പറയുന്ന പാഠം പഠിച്ചു. പ്രേംചന്ദാണ്, അതിലെ സമസ്യ ജാതിപ്രതയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മുടെ ഈ വരാൻ പോകുന്ന സെക്കൻഡ് ടേമിലെ 4 മാർക്കിന്റെ ആ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കിയേ? ജാതിപ്രത സമാജ് കി അഭിഷ അല്ലെ. അതായത് ഈ ജാതി പ്രത സിസ്റ്റം, സമ്പ്രദായം എന്ന് പറയുന്നത് എന്താ? സമാജ് കി അഭിശാപാണ്, നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ശാപമാണ് എന്ന വിഷയത്തിലാ നിങ്ങളുടെ സ്കൂളിലെ ഹിന്ദി സാഹിത്യ ക്ലബ്ബ് എന്ത് നടത്തുകയാണ്? ഒരു സംഗോഷ്ഠി നടത്തുകയാണ്, അതായത് സെമിനാർ നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സെമിനാറിന്റെ കാര്യം നമ്മുടെ സ്കൂളിലെ മറ്റു കുട്ടികളെ അറിയിച്ചുകൊണ്ട് എന്ത് തയ്യാറാക്കാനായിട്ട് പറയും? ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റർ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നേരിടാം എന്നതാണ് ഈ പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ഒരുപാട് ചിന്തിക്കേണ്ട. ഹെഡിങ് നമ്മൾ ഇവിടെയും എന്താ? സ്കൂൾ മുഖാന്തരം ആയതുകൊണ്ട് സർക്കാരി ഹൈസ്കൂൾ എറണാകുളം, അതായത് ജില്ല ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഗവൺമെന്റ് ഹൈസ്കൂൾ എന്താണ്? എറണാകുളം എന്ന സ്കൂളില് ഈ സംഗോഷ്ഠി എന്താണ് നടത്താൻ ഉദ്ദേശിച്ചാൽ നമ്മൾ അടുത്ത ഹെഡിങ് കൊടുക്കുന്നു. നോക്കിയേ, സംഗോഷ്ഠി സെമിനാർ. നോക്കിയേ, 2024-25 എന്ന ആ ഒരു ഇയർ കൊടുത്ത വേണമെങ്കിൽ നമുക്ക് അതിനെ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ ഒരു കോളൊക്കെ എന്ത് ചെയ്യാം? കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താണ്? നമ്മുടെ ഇവിടുത്തെ സംഗോഷ്ഠിയുടെ വിഷയം സൂചിപ്പിക്കണം. സോ സാർ ഇവിടെ വിഷയം എഴുതിയിട്ട് ജാതിപ്രത സമാജ് കി അഭിശാപ് ഇത് നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടെങ്കിൽ അത് തെറ്റുകൂടാതെ വിഷയം എന്ന് എഴുതി എന്താണ് എടുത്ത് എഴുതി കൊടുക്കുക. അടുത്ത് നോക്കണേ, സ്ഥാൻ പ്ലേസ്. ഇവിടെയും എന്താ? സ്കൂൾ സഭാഗ്രഹം. സാർ നേരത്തെ പോസ്റ്ററിൽ മഞ്ച് എന്ന് ഉപയോഗിച്ചു, പക്ഷെ ഇവിടെ എന്താ? സ്കൂൾ സഭാഗ്രഹം എന്ന് വെച്ചാൽ സ്കൂൾ ഓഡിറ്റോറിയം എന്നതാണ്. നോക്കിയേ, ഇവിടെ താരിഖ് നമ്മൾ വയ്ക്കണം. താരിഖ് എന്താ? ഡേറ്റ്, തീയതി. സാറുടെ ഡേറ്റ് ഇവിടെ വച്ചിരിക്കുന്നു 14 ഡിസംബർ 2024. നോക്കിയേ, സമയം എപ്പോഴാ? സബേരെ 10 ബജെ സെ, രാവിലെ എത്ര മണി മുതലാണ്? 10 മണി മുതലാണ്. ഇനി സഞ്ചാലകുണ്ട്. സംഗോഷ്ഠി ആയതുകൊണ്ട്, സെമിനാർ ആയതുകൊണ്ട് സഞ്ചാലക് എന്ന വാക്ക് അല്ലെങ്കിൽ പദം പഠിച്ചു വെക്കുക. ഇത് നടത്തുന്ന ആൾ അല്ലെങ്കിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ, അതിനെ സൂചിപ്പിക്കാനാണ് സഞ്ചാലക് എന്ന് പറയുന്നത്. അത് സ്കൂളിൽ ആര് തന്നെയാണ്? ഹിന്ദി അധ്യാപക് എന്ന് നിങ്ങൾ വഹിക്കുക. നോക്കിയേ, അതിനുശേഷം പ്രസ്തുതീകരണം. നമ്മൾ ഇത് ആരാണ് ഈ സെമിനാർ പേപ്പറുകളൊക്കെ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പ്രസ്തുതീകരണം എന്ന് കൊടുത്തുകൊണ്ട് നോക്കിയേ, 10വീം കക്ഷാ കെ ഛാത്ര ഛാത്രായേ. 10വീം എന്ന് വെച്ചാൽ 10ാം എന്ന് അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് 10വീം. ഓക്കെ, കക്ഷാ കെ ഛാത്ര ഛാത്രായേ, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ. ഇത്രയും മതി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയേ, സബ്കാ സ്വാഗതം. ഈ സെമിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്താണ്? എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം? സ്വാഗതം ചെയ്യുക. ഇനി ക്ലബിന്റെ പേര് താഴെ സൂചിപ്പിക്കണം, ഹിന്ദി സാഹിത്യ ക്ലബ്ബ്. ഇത്രയും നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്ററിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്ക്? 4 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ 3ാമത്തെ പോസ്റ്ററാണ്. അതായത് നമ്മുടെ ഈ ടേമിൽ, സെക്കൻഡ് ടേമിൽ നമുക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബസന്ത് മേരാ ഗാവ്, മുകേഷ് നൗട്യാൽ എഴുതിയിരിക്കുന്ന ബസന്ത് മേരാ ഗാവ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു ഫൂൽദി കാ ത്യോഹാർ നമ്മൾ എന്താണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ മലഞ്ചെരുവുകളിലാണ് ആ ആഘോഷം നടക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്
ഈ പറഞ്ഞിരിക്കുന്ന പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഉത്തരാഖണ്ഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുഖേന ഒരു പോസ്റ്റർ തയ്യാറാക്കിയാൽ അത് എങ്ങനെ ആയിരിക്കാം? ഓക്കെ, അപ്പൊ നമുക്ക് അത് അറിയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാമെന്ന് നോക്കാം. നോക്കിയേ, ഫൂൽദേയി കാ ത്യോഹാർ. ഓക്കെ, അതായത് എന്താണ് ഫൂൽദേയി കാ ത്യോഹാർ? നമ്മൾ പഠിച്ചതാണ്. ഫൂൽദേയി എന്ന് വെച്ചാൽ എന്താണ്? പുഷ്പദേവതയുടെ ഉത്സവം അല്ലെങ്കിൽ പുഷ്പോത്സവം എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. 2024 2025 എന്ന ആ ഒരു ഇയറും കൂടി നമ്മൾ അവിടെ എന്താണ് കൊടുക്കുകയാണ്. ഇവിടെയും സ്ഥാൻ വയ്ക്കാം ഹിമാലയ അഞ്ചലാണ്. അതായത് ഹിമാലയത്തിലെ താഴ്വരകളെന്നോ ഉത്തരാഖണ്ഡ് എന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വയ്ക്കാം. താരിഖ് എപ്പോൾ മുതലാ? 21 ജനുവരി, അതായത് 21 ജനുവരി 2024 മുതലാണ് അത് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി സമയം വെച്ചിരിക്കുകയാണ് സവേരെ 10 ബജേ, രാവിലെ 10 മണി മുതൽ. സാറിന് ഇവിടെ ഈ ബോർഡിൽ സൗകര്യാർത്ഥം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറച്ചുകൂടി എന്താണ് പേനയുടെ ഇതൊക്കെ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് കുറച്ചുകൂടെ വൃത്തിക്ക് എഴുതാം. ഓക്കെ, നോക്കിയേ, ഇനി ഈ പോസ്റ്ററിൽ നമ്മൾ സൂചിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അറിയാലോ, ഈ ഫൂൽദേയിക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് ആ പാരഗ്രാഫിൽ. അതിൽ ആവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി സാറിന് ഇവിടെ സെൻട്രലായിട്ട് ഫൂൽദേയി എന്ന് കൊടുത്തിട്ട് ഒരു പൂവിന്റെ ആകൃതി ഇതിലൊക്കെ എന്താണ് വരച്ച് കാണിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷെ ഞാനിവിടെ സ്ഥലപരിമിതി ഉപയോഗിച്ച് എന്റേതായ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഫൂൽദേയില് നമുക്ക് എന്താണ് 21 ദിൻ കാ ത്യോഹാർ ആദ്യം സൂചിപ്പിക്കാം. അതായത് ഇതിന്റെ ഏറ്റവും വലിയ എന്താണ് പ്രത്യേകത? 21 ദിവസത്തെ ഉത്സവമാണ്. ഇനി സാമൂഹ്യ ഫോജ് ഉണ്ടാകും. എന്താണ് സാമൂഹ്യ ഫോജ്? അതായത് ഈ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ആളുകളെല്ലാം കൂടി ചേർന്ന് സമൂഹ സദ്യ അല്ലെങ്കിൽ സമൂഹ ഭക്ഷണം അവിടെ എന്താണ് നിർമ്മിക്കുന്നുണ്ട്. ചൈതി ഗീതം ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതിന്റെ വൈൻഡപ്പിംഗിൽ എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ചൈതി ഗീത എന്താണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ സൂചിപ്പിക്കാം. ഇനി ഘരോങ്കി സജാവട്ട്, അതിലുപരി വീടുകളെ എന്ത് ചെയ്യുക? സജാവട്ട് എന്ന് വെച്ചാൽ അലങ്കരിക്കുക. ഇത്രയുമാണ് ഫൂൽദേയിയുടെ പ്രത്യേകതകളായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഇതിനെ ഇങ്ങനെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്താണ് ഈ സർജനാത്മകപരമായ രീതിയിലും എന്താണ് ഇതെല്ലാം ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് എഴുതുക. ഏറ്റവും അവസാനം സബ്കാ സ്വാഗത് വയ്ക്കാൻ മറക്കില്ല. നോക്കിയേ, ഉത്തരാഖണ്ഡ് പര്യടൻ വിഭാഗ്, അതായത് ഉത്തരാഖണ്ഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ 4 മാർക്ക് നമുക്ക് എന്താണ് എഴുതിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 പോസ്റ്ററുകൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഷുവറായിട്ടും ഇത് എന്താണ് കാണുക, ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. ഒരു 1-2 തവണ നിങ്ങൾ എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ ഓർമ്മ വരത്തുള്ളൂ. ഇല്ലാതെ കണ്ടിട്ട് പെട്ടെന്ന് പോയി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മിസ്റ്റേക്ക് വരും. 4 സൈഡ് വരയ്ക്കാൻ മറക്കരുത്. വരച്ച് കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. ഒരു ഫുൾ പേപ്പർ ഉപയോഗിക്കുക. അതായത് വളരെ ചെറിയ രീതിയിൽ ചുരുക്കി പിടിച്ചൊന്നും എഴുതരുത്. മാക്സിമം സ്ഥലം എടുത്ത് സ്പേസ് എടുത്ത് നല്ല വൃത്തിക്ക് എന്താണ് നിങ്ങളൊരു പോസ്റ്റർ മേക്ക് ചെയ്യുകയാണെങ്കിൽ 4 മാർക്ക് നിങ്ങളുടെ കൂടെ എന്താണ് വരും. ഓക്കെ, താങ്ക് യു.